വായനയും എഴുത്തും ജീവിതചര്യയാക്കിയ എഴുത്തുകാരൻ ദിനേശൻ എഴുവന്തലയ്ക്ക് തിരുവനന്തപുരം സാംസ്കാരിക കാവ്യവേദിയുടെ പൊൻകുന്നം വർഗീസ് സ്മാരക കഥാപുരസ്കാര നേട്ടം. ആദമും ഐഷുവും എന്ന ചെറുകഥയാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. പുസ്തകങ്ങൾ ശ്വസിക്കുന്ന ഒരു വീട്, അക്ഷരങ്ങൾ കൂട്ടുകൂടുന്ന ഒരിടം. സ്വന്തം വീട്ടിൽ പുസ്തകങ്ങളുടെ വലിയൊരു ലോകം തീർത്ത എഴുത്തുകാരൻ ദിനേശൻ എഴുവന്തലയ്ക്ക് ഇത് അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. താൻ സ്നേഹിച്ച അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും ലഭിച്ച ഈ പുരസ്കാരം അദ്ദേഹത്തിന്റെ സാഹിത്യ സപര്യയ്ക്കുള്ള ഊർജവും വെളിച്ചവുമാണ്. 2024 കാക്കനാടൻ പുരസ്കാരവും 2026 കൈരളി ഗ്രന്ഥശാല പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് പുസ്തകങ്ങൾ അണിനിരക്കുന്ന തന്റെ സ്വന്തം ലൈബ്രറിയിലിരുന്ന് അദ്ദേഹം നെയ്തെടുത്ത ഓരോ വരിയും വായനക്കാർ നെഞ്ചേറ്റിട്ടുണ്ട്. തിരുവനന്തപുരം സാംസ്കാരിക കാവ്യവേദിയുടെ ഈ വർഷത്തെ പൊൻകുന്നം വർക്കി അവാർഡ് എൻ്റെ ആദമും ഐഷുവും എന്നുള്ള കഥയ്ക്കാണ് കിട്ടിയത്. വളരെ സന്തോഷമുണ്ട് ഇത്തരമൊരു പുരസ്കാരം ലഭിച്ചതിന്. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എഴുത്തിന് പ്രചോദനമാവുന്നതാണ് ഇത്തരം പുരസ്കാരങ്ങൾ. എനിക്ക് മുമ്പ് തിരുവനന്തപുരത്തിൻ്റെ നവഭാവന ട്രസ്റ്റിൻ്റെ കാക്കനാടൻ പുരസ്കാരവും ലഭിക്കേണ്ടായിരുന്നു. അന്നെൻ്റെ വേവ് എന്ന കഥയ്ക്കാണ് കിട്ടിയത്. ചെറുകഥ ഞാൻ ആദ്യം കവിതകളാണ് എഴുതി തുടങ്ങിയത്. പിന്നീട് ആണ് ഞാൻ ചെറുകഥയിലേക്ക് മാറിയത്. കവിതകൾ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്, കഥകളും. അങ്ങനെ എഴുതിയ ഒരു റോബോട്ടുകളുടെ ഓണവുമായി ബന്ധപ്പെട്ട് ആദ്യകാലത്തെ ആദമും അറിയാലോ, ഐഷുവും ഒക്കെ ഉള്ള ആ ഐഷു എന്ന് പറയുന്ന ഒരു റോബോട്ട് അവരുടെ ഒരു കഥയാണ് ഞാൻ എൻ്റെ പുരസ്കാരത്തിന് വേണ്ടി അർഹമായിട്ടുള്ളത്. അക്ഷരങ്ങളോടുള്ള ഈ തീരാത്ത പ്രണയത്തിന് ലഭിച്ച ഈ വലിയ അംഗീകാരത്തിൽ ഭാര്യ ദീപ്തി, മക്കൾ ദേവനന്ദ, ദേവനയന, ദേവമിത എന്നിവരടങ്ങിയ കുടുംബം സന്തോഷം പങ്കിടുന്നു. കൂടുതൽ എഴുത്തിലേക്ക് എനിക്ക് അച്ഛനും അമ്മയും ഉള്ള കാലത്ത് തന്നെ അവരെ എൻ്റെ എഴുത്തിനെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇപ്പോൾ എൻ്റെ ആദ്യ വായനക്കാരി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ ദീപ്തിയാണ്. ഞാൻ എഴുതുന്ന എഴുത്തുകൾ ആദ്യം കാണിക്കുക ഭാര്യയാണ്. ഒരു നല്ല വിമർശക കൂടിയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്തും. എൻ്റെ മൂത്ത മോള് ദേവനന്ദ, അവളും വായനയിൽ എനിക്ക് എൻ്റെ കൃതികളെ നന്നായി വിമർശിക്കുന്ന അല്ലെങ്കിൽ അതിനെ നിരൂപിക്കുന്ന ഒരു ആളാണ്. മക്കൾ 3 പെൺകുട്ടികളാണ്, ദേവനന്ദ, ദേവനയന, ദേവനന്ദിത. എഴുവന്തല ചേലക്കാട്ടുതൊടി വടക്കേക്കര രാമകൃഷ്ണൻ ദേവയാനി ദമ്പതികളുടെ ഇളയ മകനായ ദിനേശൻ എഴുവന്തലയെ ചെറുപ്പത്തിൽ കഥാലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയത് ജ്യേഷ്ഠ സഹോദരി ജ്യോതിയാണ്. ഗീത, രാജേഷ് എന്നീ സഹോദരങ്ങളും പുസ്തകങ്ങൾ കൊണ്ടുവന്നു കൊടുത്ത് വായനയ്ക്ക് പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. ഉൽക്കല്ലൂർ AUP സ്കൂൾ, അവണൂർ ശാന്ത ഹയർ സെക്കൻഡറി സ്കൂൾ, പട്ടാമ്പി ശ്രീ നീലകണ്ഠ സംസ്കൃത കോളേജ്, അരീക്കോട് KMSTE തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ വളർന്നുവന്ന ദിനേശൻ എഴുവന്തല മലയാളത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപകനായി ജോലി ചെയ്ത് വരുന്നു. ഞാൻ കൊപ്പം ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ചെറുപ്രായത്തിൽ തന്നെ എഴുത്തും വായനയിലൂടെയാണ് തുടങ്ങിയത്. എൻ്റെ അടുത്തുള്ള എഴുവന്തല വായനശാലയിലാണ് ആദ്യകാലങ്ങളിൽ പുസ്തകങ്ങൾ, അവിടുത്തെ ഒരുവിധം പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങളിലൂടെ ആണ് എഴുത്തിലേക്ക് ഞാൻ എത്തുന്നത്. പിന്നീട് എന്നെ പഠിപ്പിച്ച മലയാളം അധ്യാപകരെ, പ്രത്യേകിച്ച് കുമുദൻ ടീച്ചർ, ഇന്ദിര ടീച്ചർ, കമലാക്ഷി ടീച്ചർ, അങ്ങനെയുള്ള അവരുടെയൊക്കെ ഒരു മലയാളം പകർന്നതിലൂടെ എനിക്ക് മലയാളത്തിനോടൊരു താല്പര്യം ഉണ്ടാവുകയും ഞാൻ BA മലയാളവും MA മലയാളവും ചെയ്യുകയാണ് ഉണ്ടായത്. മലയാളത്തിനോടുള്ളൊരു താല്പര്യം എൻ്റെ അധ്യാപകരിലാണ് എന്നിൽ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നതും. പിന്നീട് എഴുത്ത് ഇപ്പോൾ മലയാളം അധ്യാപകനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ എഴുതാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് കിട്ടിയ ഈ അവാർഡ് ഏറെ സന്തോഷകരമാണ്. ഞാൻ മലബാർ സൗഹൃദവേദിയുടെ സെക്രട്ടറി കൂടിയാണ്. ആകാശവാണി തൃശൂർ നിലയത്തിൽ കാഷ്വൽ അനൗൺസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. വേവ്, ആട്ടിൻകുട്ടിക്കും പച്ചിലയ്ക്കും ഇടയിൽ, ഹൈപ്പ് സ്ട്രീറ്റ്, ലിയയുടെ സിനാപ്സുകൾ തുടങ്ങി 20ഓളം ചെറുകഥകളും കഴായ, കൈപ്പയ്ക്ക, തട്ടിൻപുറം, വെള്ളരിമല, കോരൻ തുടങ്ങി 30ഓളം കവിതകളും ആ തൂലികത്തുമ്പിൽ പിറന്നിട്ടുണ്ട്. കതിരുകാണ കിളികൾ എന്ന ഹ്രസ്വചിത്രവും ശ്രീമോക്ഷത്തപ്പൻ, കളിമുറ്റത്തേക്ക്, അമ്മയെ ഒരു നോക്കു കാണാൻ, പരിയാനംപറ്റ അമ്മ എന്നീ ആൽബങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. പുരസ്കാര നേട്ടത്തിലുള്ള
സന്തോഷം മലബാർ സൗഹൃദവേദി കോർഡിനേറ്റർ രാധാകൃഷ്ണൻ കളത്തൊടിയും പങ്കുവച്ചു. പൊൻകുന്നം വർക്കി അവാർഡ് നേടിയ കഥാ പുരസ്കാരം നേടിയ ശ്രീ ദിനേശൻ എഴുവന്തല അദ്ദേഹം നമ്മുടെ സമകാലിക സാഹിത്യരംഗത്ത് ഏറെ പ്രശസ്തിയിലേക്കെത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ കഥകളും കവിതകളും ഒരു സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് നമ്മുടെ നാടിൻ്റെയും വെള്ളവനാടിൻ്റെയും ചരിത്രത്തെയും അതിൻ്റെ നിലനിൽപ്പിനെയുമെല്ലാം ഏറെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം മലബാർ സൗഹൃദവേദിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് നമ്മുടെ നാട്ടിലെ സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും ഉന്നതിയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മളെല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. CCN ചെർപ്പുളശ്ശേരി.